സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു SIT സംഘം. SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. VS അനു വിവരങ്ങളുമായിട്ട് ചേരുന്നു. അനു, അപ്പോ ഒരു മുരാരി ബാബുവിലോ അല്ലെങ്കിൽ ഒരു സുധീഷ് കുമാറിലോ ഒന്നും ഒതുങ്ങില്ല, ഉന്നതരിലേക്ക് എത്തുകയാണ് SIT. മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റും ഒക്കെ ആയിരുന്ന എൻ വാസുവിനെ ചോദ്യം ചെയ്തു. വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്ക് എൻ വാസുവിൻ്റെത് ഉണ്ടായിട്ട് അന്വേഷണ സംഘം പറയുന്നില്ല. പക്ഷേ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കാര്യം 2019 എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള ഒരു സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. മാത്രമല്ല സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ ബോർഡിന് നൽകിയ ശുപാർശ അത് എൻ വാസുവും കണ്ടിരുന്നു. സ്വാഭാവികമായും ദേവസ്വം കമ്മീഷണർ എന്ന രീതിയിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല, അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളിലെ വിശദീകരണമാണ് അന്വേഷണ സംഘം ചോദിച്ച് അറിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല 2019 ശേഷം എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്ന സാഹചര്യം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള എൻ വാസുവിന് പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. നിലവിൽ അങ്ങനെ ഒരു സൂചന ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ ഇനിയും ഈ നിലവിൽ നൽകിയ മൊഴി വിശദമായി പരിശോധിക്കും. അതിനുശേഷം വീണ്ടും വാസുവിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അനു, ഈ ശബരിമലയിലെ കട്ടളപ്പാളി കടത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള SITയുടെ FIRൽ ഈ 8ാം പ്രതിയായിട്ട് കണക്കാക്കിയിരിക്കുന്നത് പോലും ദേവസ്വം ബോർഡിനെയാണ്. അപ്പോൾ ഈ സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കേണ്ടേ SIT എൻ വാസുവിലേക്ക് എത്തിയത്? കാരണം അന്നത്തെ ഭരണസമിതി എന്ന് പറയുമ്പോഴത്തേനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിലേക്കോ അല്ലെങ്കിൽ അന്നത്തെ ഉദ്യോഗസ്ഥരിലേക്കോ എത്തുന്നതിന് മുൻപ് SIT എൻ വാസുവിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അല്ലെങ്കിൽ ആദ്യം ഇതിന്റെ സൂത്രധാരൻ അല്ലെങ്കിൽ കൊള്ള നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിന്നും അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൽ നിന്നും അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ, അവിടെ നിന്നും നേരെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു. അങ്ങനെയാണ് ഈ ഒരു ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും പ്രത്യേക അന്വേഷണ സംഘം ആ നിലയ്ക്കാണ് നീങ്ങുന്നത്. സ്വാഭാവികമായും അടുത്ത ചോദ്യം ചെയ്യുക പത്മകുമാറിനെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. ഓക്കെ, അനു ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള SITയുടെ നീക്കങ്ങൾ. അപ്പോൾ SIT കൂടുതൽ ഉന്നതരിലേക്ക് എത്തുകയാണ്, കൂടുതൽ കുറ്റക്കാരെ കണ്ടെത്തുകയാണ്. ആരൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരെയൊക്കെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം.